നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കർണാടകയുടെ മുഖ്യമന്ത്രിയായി DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കോൺഗ്രസ് നേതൃത്വം എത്തിച്ചത് മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരെയാണ്. VD സതീശൻ, അതുപോലെ തന്നെ രേവന്ത് റെഡ്ഡി, ഹിമാചൽ മുഖ്യമന്ത്രിയായിട്ടുള്ള സുഖ്ബീന്ദർ സിംഗ് സുഖു. മനസ്സിലാക്കേണ്ടത് DK അടക്കമുള്ള ഈ 4 മുഖ്യമന്ത്രിമാർ വിചാരിച്ചാൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൂടുതൽ സ്റ്റേറ്റുകളിൽ, കൂടുതൽ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിലെത്താൻ കഴിയുന്ന സാഹചര്യമാണ്. ഇനി നടക്കാൻ പോകുന്ന പഞ്ചാബിലെയും ഉത്തരാഖണ്ഡിലെയും ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഉണ്ടാകാനുള്ള സാഹചര്യം, ഏറെ സാഹചര്യങ്ങൾ ഒരുക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. AICC നേതൃത്വം തങ്ങളുടെ തെറ്റുകൾ തിരുത്തുന്നു. അതായത് സംഘടനാ പാഠവും കൊണ്ട് പല രീതിയിലും പല നേതാക്കളെയും മണിയടിച്ച് സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുന്ന ഒരു സാഹചര്യം കോൺഗ്രസിൽ പണ്ട് മുതലേ ഉണ്ട്. എന്നാൽ ജനകീയ വിഷയങ്ങളിൽ ജനങ്ങൾ ഏറെക്കുറെ ആഗ്രഹിച്ച്, ജനങ്ങൾ കൃത്യമായി ഒരു വ്യക്തിയെ ചൂണ്ടിക്കാട്ടി ഈ മനുഷ്യൻ ഞങ്ങളെ നയിക്കട്ടെ എന്ന് പറയുമ്പോൾ അതിനോട് മുഖം തിരിഞ്ഞു നിന്നാൽ ഇന്ത്യയിൽ കോൺഗ്രസ്സിന് ഇത്രയും കാലം ഉണ്ടായ വലിയ തിരിച്ചടി, അതിൻ്റെ ആവർത്തനമുണ്ടാകും. അതിനി പാടില്ല. നേതൃത്വമായിരുന്നാലും അത് മനസ്സിലാക്കി തിരിച്ചറിവുണ്ടാകണമെന്ന സത്യം ജനങ്ങളാൽ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ആ തെറ്റ് തിരുത്തിക്കൊണ്ട് കർണാടകയിൽ സിദ്ധരാമയ്യയെ മാറ്റിക്കൊണ്ട്, സിദ്ധരാമയ്യയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് അദ്ദേഹം സ്ഥാനം ഉപേക്ഷിച്ചൊടുവിൽ DK കൃത്യമായി മുഖ്യമന്ത്രിയാകുന്നു. അതായത് കർണാടകയിൽ കഴിഞ്ഞ തവണത്തെ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ DKയുടെ പേര് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും യോഗ്യതയോടെ ജനങ്ങൾ ഉയർത്തിക്കാട്ടിയത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും DK രണ്ടാമനായി തഴഞ്ഞു. അത് സാധാരണക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ലോക്സഭയിൽ ഉണ്ടായ തിരിച്ചടി പോലും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് പറയേണ്ടി വരും. കാരണം DK ആയിരുന്നു മുഖ്യമന്ത്രി എങ്കിൽ 28 ലോക്സഭാ സീറ്റുകളുള്ള കർണാടകയിൽ 20 അതിനപ്പുറമോ ആകാൻ കഴിയുമായിരുന്നു. കർണാടകയുടെ ഇന്നത്തെ മുഖചിത്രം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അവിടെ ത്രികോണ മത്സരമല്ല. സാധാരണഗതിയിൽ മൈസൂർ, മാണ്ഡ്യ അത്തരത്തിലുള്ള മേഖലകളിൽ ത്രികോണ മത്സരമാണ് കോൺഗ്രസും BJPയും ജനതാദൾ സെക്യുലറും തമ്മിൽ നടക്കുന്നതെങ്കിൽ ഇനി BJPയും JDSും ടൈപ്പായി കോൺഗ്രസിന് നേരെയുള്ള ഒരു പോരാട്ടമായിരിക്കും. അവിടെയും കോൺഗ്രസിന് ശക്തമായി പിന്തുണ നൽകാൻ കഴിയുന്ന ഒരവസ്ഥ വരണമെങ്കിൽ DK പോലൊരാൾ ആ സ്ഥാനം ഏറ്റെടുത്തേ മതിയാവൂ. പുതിയ PCC പ്രസിഡന്റിനെ കോൺഗ്രസ് കണ്ടെത്തിയിരിക്കുന്നു. അതും വലിയ താമസമൊന്നും ഇല്ലാതെ തന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഇതെല്ലാം വളരെ സ്പീഡപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് ദേശീയ നേതൃത്വം എന്തായാലും എടുത്ത ധീരോദാത്തമായ തീരുമാനമായി തന്നെ കണക്കാക്കാം.